വീട്ടിൽ എല്ലാവരും അയ്യോ ഓട്ടോയിലൊക്കെ ആണെങ്കിൽ ബ്രേക്കും കിട്ടില്ല. അയ്യോ വല്ല വണ്ടി മെല്ലെ ഓടിക്കുക. അയ്യോ എവനെ പറ്റി മുന്നിൽ നിൽക്കണടാ, അടിച്ചു തൂക്കൂ. അത് ഞാൻ ആലോചിച്ചില്ല. മാറി 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 ഇതിന്റെ മേലെ കയറിയാലെങ്കിലും ഇത് നിൽക്കുന്നൊക്കെ അതൊന്നും നിന്നില്ലല്ലോ. എന്താണിത്, ഒരു പ്രശ്നമാണല്ലോ ഇത്. എവിടെ എവിടെ നിൽക്കും. അയ്യോ മുമ്പിലാണെങ്കിൽ കടലി. ഇപ്പം എന്താ ചെയ്യാം ആലോചിക്കുക. അയ്യോ മാറ്റി ഓക്കെ എങ്ങനെയൊക്കെ മാറ്റുന്നുണ്ട് കേട്ടോ, മാറ്റാനൊക്കെ പറ്റുന്നുണ്ട്. ഓക്കെ ബ്രേക്ക് പിടിച്ചാ. ഓക്കെ ഗൈസ് ബ്രേക്ക് പിടിച്ചതല്ല തോന്നുന്നത്, ഇതിനകത്ത് കയറിയപ്പോൾ ഇതിനകത്ത് നിന്നതാണ് തോന്നുന്നത്. ശരി പ്രശ്നമില്ല. ആ എടാ ഞാനെന്താ ചെയ്യുമോ ഇപ്പോൾ. എടാ എന്താണ് ഇത്, നല്ല ദിവസത്തെ എന്തെങ്കിലും കൂടി നിൽക്കൂല. ഇപ്പം ഇതിനെ കൂടിക്കേണ്ടത്. അതുപോലെ ക്ലൈമറ്റ് മാറിയ പോലെ തന്നെ ഉണ്ട്. എന്താണ് ഫോട്ടോ ഒക്കെ എടുക്കുന്നത്, ഞാനിത് കടലിനകത്ത് സംസാരിക്കുന്നത്. ഇത് വാട്ട് ദ ഫക്ക്, ഇതെന്താണ് ഇവിടെ കുറേ മീൻ. ഇത് ഡോൾഫിൻ അല്ലേ? ഇത് കടലിനകത്ത് ജീവിക്കുന്ന സാധനങ്ങളൊക്കെ ഇതിനെ പുറത്തോട്ട് വരുന്ന ഇതെങ്ങനെ. ഇതിനകത്ത് എന്തോ ഒരു മിസ്റ്ററി ഉണ്ട്. ഈ മിസ്റ്ററി എന്താണെന്ന് ആർക്കും അറിയില്ല. പക്ഷെ എന്താണ് ഇതിനകത്തൊരു മിസ്റ്ററി, അതെങ്ങനെയാണ് കണ്ടുപിടിക്കുക? ഇതിനകത്ത് ഈ മീനുകൾക്കൊക്കെ അറിയാം ഇത് പുറത്തോട്ട് വന്നാൽ ഇത് ചത്തു പോകുന്നു. പക്ഷെ ഇതിൻ്റെ മേൽക്കൊട്ടേക്കാണ് വന്നത്. അയ്യോ എന്താണെന്ന് ഒന്നും മനസ്സിലാവുന്നില്ല. ഷിൻചാനും പറയുന്നുണ്ട്, ലക്കിയും പറയുന്നുണ്ട് എന്തൊക്കെയോ. ഇവർക്കൊക്കെ ഇപ്പോൾ ഭക്ഷണമായല്ലോ, പ്രശ്നമില്ല. പക്ഷെ ഇതൊക്കെ എന്തിനാണ് സംഭവിക്കുന്നത്? അതുപോലെ വീണ്ടും ക്ലൈമറ്റ് മാറി. എന്തോ ഇതിനകത്തൊരു മിസ്റ്ററി ഉണ്ട്. എന്താണ് ഒരു മുന്നറിയിപ്പും ഇല്ലാണ്ട് മഴയും പെയ്യാൻ തുടങ്ങിയല്ലോ. അയ്യോ മഴയാണെങ്കിൽ എനിക്ക് സെറ്റ് ആവില്ലല്ലോ. എനിക്ക് ഇപ്പം തന്നെ ജലദോഷം പിടിക്കുമല്ലോ. ഇവിടെ ഓക്കെ ഇവിടെ കുടയുണ്ട്, കുറച്ച് കുട തന്നാട്ടെ. ഓക്കെ ഇതാ ഇവിടെ ഒരു കുടയുണ്ട്, ഇതെടുക്ക്. ശിജനൊക്കെ നിങ്ങൾ മഴയുള്ള അയല്ലേ, വാ കയറിയുണ്ട് കുടയിൽ. ഓക്കെ നമ്മളെങ്ങനെയൊക്കെ ഓട്ടോ എത്തുന്നുണ്ട് കേട്ടോ. ആടെ കുറേ സമയം നിൽക്കാൻ പറ്റൂല. ശരി വാടാ ശിജനൊക്കെ, നമുക്ക് ഇപ്പം തന്നെ പോയാൽ ഇവിടെ നിന്ന് ശിവമേടാ. ഓക്കെ നമ്മളിപ്പോൾ തന്നെ പോവാണ് കേട്ടോ. അപ്പോൾ മറക്കാണ്ട് ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കറേ. ഓക്കെ നമുക്കിപ്പോൾ നേരെ വീട്ടിലോട്ട് പോവാം. ഒരു മറ്റേ ഭൂമി കുലുക്കുന്ന പോലെ തന്നെ തോന്നുന്നുണ്ടല്ലോ. എന്താണ് അതിൻ്റെ പിന്നിലുള്ളത്? ആ ശരിക്കും ഭൂമി കുലുക്കുന്നുണ്ട്. മഴയത്തേണ്ടോ ഓട്ടോ ഓടിക്കാൻ പറ്റൂല. ഇപ്പോൾ നല്ലോണം ഓട്ടോ ഓടിക്കാൻ പറ്റുന്നില്ല. ആ ബീച്ച് സൈഡിൽ മാത്രമേ ഉള്ളതെന്ന് തോന്നുന്നത്. ഇവിടെ ഒന്നും അങ്ങനെയൊന്നും ഇല്ല. ശരി ശരിക്കും വാ അക്കത്തോട്ട് വാ. നമുക്ക് ഇപ്പം തന്നെ പോയിട്ട് ന്യൂസ് കാണും. ന്യൂസിൽ എന്തെങ്കിലും പോയിട്ടുണ്ടോ വരും നമുക്ക് ഇപ്പം തന്നെ പോയിട്ട് നോക്കാം. നമ്മുടെ സിറ്റിക്ക് എന്താ ആയത് മനസ്സിലാവും ഇപ്പം തന്നെ. ബ്രേക്കിംഗ് ന്യൂസ്. ഇപ്പോൾ നമ്മളെ സിറ്റിക്ക് ലോസ് ആൻഡോസിന് എന്തായെന്ന് അറിയില്ല. പെട്ടെന്ന് മഴ പെയ്യൽ, മീനുകളൊക്കെ കരയിറങ്ങുക. ഇത് കടലിനകത്ത് ശ്വസിക്കുന്നൊരു മീനാണ്. ഇത് പുറത്തോട്ട് വന്നാൽ എന്തോ ഒരു പ്രശ്നം നമ്മൾ സിറ്റിക്ക് വന്നത്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലവ്യത്താൻ പല്ലായിരക്കണക്കിന് ലക്ഷം വർഷങ്ങളായി ഭൂമി കടലിനകത്ത് വസിക്കുന്ന ഈ മൃഗം ഇത് പുറത്തോട്ട് വന്നാൽ ഈ ഭൂമിയെ നശിക്കും. ഇതിനാണ് ഇപ്പോൾ ഭൂമികൾക്ക് വരുന്നത്. അപ്പോൾ അടുത്ത ന്യൂസ് ബൈ ബൈ ബൈ. അപ്പോൾ ഇതിനൊക്കെ കാരണം ഇതാണ് ഷിജനക്കി. ഇപ്പം എന്തെങ്കിലും നമ്മൾ ചെയ്ത് തടഞ്ഞേ പറ്റത്തുള്ളൂ. എങ്ങനെ എന്താ ചെയ്യുമ്പോന്നൊന്നും മനസ്സിലാവുന്നില്ല. നിങ്ങൾക്ക് ഇത് ചെയ്യാൻ അറിയുമോ? അയ്യോ ഇപ്പോൾ നമ്മൾ എന്താ ചെയ്യുമോ? ഭൂമിൻ്റെ നഷ്ടത്തിന് നമുക്ക് നശിക്കുമെന്നറിയാം. സമയമായിട്ടുണ്ട്. ഭൂമി നശിക്കുന്നറിയാം, പക്ഷെ അത് ഇത്ര പെട്ടെന്നൊന്നും ആവുക നമ്മൾ വിചാരിച്ചില്ല. ശരി ഒരു സീക്രട്ട് പോൾ എടുത്തുണ്ട്. ഞാൻ ഇതെത്തിട്ട് നേരെ മേലോട്ടേക്ക് വരട്ടെ. ഓക്കെ ചോപ്പേ പിന്നെ ഫ്രാങ്ക്ലിനെ ഞാൻ എപ്പോഴും നിങ്ങളൊപ്പം തന്നെ ഉണ്ടാവും. ലവ്ലി ഞാൻ എപ്പോഴും നിന്നോടൊപ്പം തന്നെ ഉണ്ടാവും, എപ്പോഴും. അത് ഏത് സമയമായാലും ശരി എന്തായാലും ശരി. ഞാൻ ഇതല്ല അങ്ങനെ പ്രതീക്ഷയുണ്ടാ. എന്തിനാ ഈ പെട്ടി ഇങ്ങനെ എടുത്തു വെച്ചിരിക്കണത്? എന്തെങ്കിലും ഉണ്ടോ ഇതിനകത്ത് വലിയ അതൊന്നുമില്ല, പറയാൻ പറ്റില്ല എനിക്ക്. ശരി എന്തോ പറയുന്നുണ്ട്. പക്ഷെ എനിക്ക് ഈ ഭൂമിക്കുള്ളിൽ ഇതൊക്കെ വരുന്നതിന് കാരണം കിട്ടണം. അതിന് ഈ വയസ്സായ ആൾക്കാർക്ക് എന്താ അറിയാൻ പറ്റും. അപ്പോൾ ലെസ്റ്ററിൻ്റെ അടുത്ത് നമുക്ക് പോകും. ലെസ്റ്ററിന് പിന്നെ നമുക്ക് കുറേ അറിവൊക്കെ ഉണ്ട്. പേടിച്ചാണ് വാടാ നമുക്ക് പോവാം. ഓക്കെ നമുക്ക് ഡോറോട്ട് പോവാം. ഇനി നമുക്ക് ഓട്ടോയിൽ പോകാൻ പറ്റില്ല, നമ്മളെ കാറിനകത്ത് പോവാം. ശരിയല്ലാക്കി വാടാ. ഓക്കെ ഇവിടെ മഴ നിന്നിട്ടില്ല. പെട്ടെന്ന് വണ്ടിയിലോട്ട് കയറി. ഓക്കെ നമുക്ക് വണ്ടിയിലോട്ട് കയറട്ടെ. ഓക്കെ വാട ശരിയാണ്, നമുക്ക് ഇപ്പം തന്നെ ഇടന്ന് പോവാം. ഓക്കെ നമ്മൾ എത്തിയിട്ട് ഇങ്ങോട്ടേക്ക്. ഓക്കെ നമുക്കിനി
മേലോട്ടേക്ക് കയറാം. ഓക്കെ വാടാ സിദ്ധനെ നോക്കി നമുക്കിപ്പോൾ കയറിയിട്ടുണ്ട്. ഓക്കെ ഇവിടെ നിവേദനെ കുറിച്ച് നോക്കുന്നതാണ്. ഇത് ഓരോ ലോണി ഇല്ലാണോ? ഓക്കെ ലോണി ഇതിനോടൊപ്പം പട്ടി കുഞ്ഞുകൂടാമല്ലോ. അവരൊക്കെ എവിടെ പോയി? ഓക്കെ പിന്നെ പറയും. പക്ഷേ ഇപ്പോൾ നമ്മൾ ലഭ്യതന്നെ യൂസ് ചെയ്ത് കണ്ടിട്ടോ അതിനിപ്പോൾ എങ്ങനെ വിഷമിക്കാം നമ്മൾ? അത് നിങ്ങൾ പെട്ടെന്ന് പറഞ്ഞിട്ട് എങ്ങനെ വിഷമിക്കും? ലോണി ഇത് ജെറുതി പോണല്ലേ? അതിനോ ശരിക്കാം ഞാൻ ബൈബിൾ മുകളിലേക്ക് പഠിച്ചത്. അത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓക്കെ നിങ്ങൾ രണ്ടാൾക്കാർ വന്നു. ഓക്കെ നിങ്ങളോട് ചെറുക്കും എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലഭ്യത നോക്കുമ്പോഴേക്ക് ഡ്രാഗനെ പോലെ ഉണ്ടാവും. പിന്നെ ബാബു പോലെ ഒരു ശരീരവും ഉണ്ടാവും. ഇതിന് മേലെ എനിക്കൊന്നും പറയില്ല. ഇതിനുള്ളൊക്കെ അറിയാൻ വേണ്ടിയിട്ട് ഒരു കത്തുണ്ട്. ആ കത്ത് ഇവിടെ ഒന്നുമില്ല. ആ കത്ത് വേണമെങ്കിൽ ഗവൺമെൻറ് ഒരു സ്ഥലത്ത് ഒളിപ്പിച്ച് കിട്ടുന്നത് ആണ് നമുക്ക് പോകാം. പക്ഷെ ഇപ്പോൾ ഈ ലഭ്യത എന്ന് പറഞ്ഞ ന്യൂസ് കണ്ടിട്ട് അവിടെ സെക്യൂരിറ്റി ഒന്നും ഉണ്ടാവില്ല. ഈ ടീച്ചറിനെ കൊണ്ടുവന്ന് നമുക്ക് അങ്ങോട്ടേക്ക് പോകണം. പെട്ടെന്ന് വരും. നമുക്ക് ഇപ്പത്തിന് പോകാം. നിങ്ങളുടെ കാറിലൊന്ന് പോകണം. എൻ്റെ കാറൊന്നും ഉണ്ട്. നമുക്ക് അതിന് പോകാം. ശരിക്കും പെട്ടെന്ന് പോവാം. ഓക്കെ ഇവിടെ കുറേ മഴ പെയ്യുന്നുണ്ട്. ശരി പെട്ടെന്ന് പോവാം. ഓക്കെ നമുക്ക് ഇപ്പോൾ തന്നെ എവിടെ നിന്ന് അങ്ങോട്ടേക്ക് പോയാൽ പറ്റത്തുള്ളൂ. ഓക്കെ ഇവിടെ ഇത് തന്നെയാണ് സ്ഥലം. ഇവിടെ തന്നെയാണ് അതുള്ളത്. നമുക്ക് തിരഞ്ഞു നോക്കണം. അല്ലാണ്ട് എവിടെയൊന്നും അറിയില്ല. ലവ്ലി ഈ വശത്ത് പോകും. ബാക്കി എല്ലാ ആൾക്കാരും വേറെ വശത്ത് പോയിട്ട് അന്വേഷിക്കും. പിന്നെ നീ ഈ വശത്ത് പോയിക്കോളൂ. ഈ വശത്ത് കുറേ ഉണ്ടാവും. നീ നോക്കാം അങ്ങോട്ടേക്ക്. ഓക്കെ പിന്നെ ലക്കി നീ ഈ വശത്ത് പോയി നോക്ക്. ഇവിടെ നോക്ക്. ഇവിടെ നിനക്ക് എന്തെങ്കിലും കാണുമെങ്കിൽ പറയണേ. ഓക്കെ നീ ഇങ്ങോട്ടേക്ക് പോയി. ലവ്ലി നീ ഇങ്ങോട്ടേക്ക് പോ. വയസ്സായ കാലത്ത് എവിടെ പോകല്ലേ? ശരി ഇവിടെ ഒന്നുമില്ല. ഫുള്ള് ലാപ്ടോപ്പാണല്ലോ. ഇവിടുത്തെ എല്ലാ ലോസ് ആൻഡേഴ്സിലെ എല്ലാ ആൾക്കാരും ഡാറ്റാ ബേസ് ഇടുകയാണെന്ന് തോന്നുന്നത്. കുറേ ഇതൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ എനിക്കറിയാനപ്പാ. ശരി ഇവിടെ കുറേ ഇതൊക്കെ ഉണ്ട്. എന്താ പോയി ഇതൊക്കെ? ശരി നമുക്ക് നമ്മൾ ആ കത്ത് എവിടെ പോയി നോക്കാം. ഇപ്പൊ നമുക്ക് ലവ്ലിയോട് പറയണം. ഓക്കെ എന്താണ് ഷിൻജാനെ വയസ്സ് പോയത് തന്നെ ഉണ്ടല്ലോ. അത് ഷിൻജ തന്നെയാണ് വിളിക്കുന്നത് കേട്ടാ. അത് ഇപ്പം തന്നെ പോയിട്ട് ഷിൻജാനെ നോക്കാം. ഇവിടെ എവിടെയാണ് നമ്മൾ വന്ന വഴിയെന്ന് ഞാൻ മറന്നു പോയിട്ടാ. എവിടെയാണ് നമ്മൾ വന്നേക്കോ എങ്ങനെയാണ് പോയതൊന്നും മനസ്സിലാവുന്നില്ല. ഷിൻജ വിളിച്ച സ്ഥലം തന്നെ മനസ്സിലാവുന്നില്ല കേട്ടോ. ഇങ്ങോട്ടേക്ക് വന്ന് ചേടയാണ് ഇത്. എവിടെ ഇത് ഇവിടെ തന്നെ ഉണ്ട്. ഷിൻജാനെ ലെസ്റ്ററെ ചോപ്പ നിങ്ങൾ എന്തിനാ എടുത്ത് നിൽക്കുന്നത്? എന്താ പ്രശ്നോ? ഇതെന്ത് പറയുന്നൊന്നും മനസ്സിലാവുന്നില്ല കേട്ടാ. ഒരു മിനിറ്റ് ഇവിടെ ലേസർ ഇട്ടാണല്ലോ. ഒതാ അത് തന്നെയാണ് കത്ത്. ഷിൻജ പറഞ്ഞു നോക്കി സത്യമാണ്. അപ്പൊ നമുക്ക് ആ കത്തെടുത്തിട്ട് ഇവിടുന്ന് പോവാം. ഓക്കെ ഈ ലേസർ നോക്കി അതൊന്നും നമുക്ക് സീനേ ഇല്ല. അതൊക്കെ നമുക്ക് കടന്നിട്ട് ഇപ്പൊ തന്നെ പോകും. ലെസ്റ്റർ ഞാൻ കത്തെടുത്തിട്ട് ഞാൻ പിടിച്ചോ കത്തെടുത്തോ. ഓ ലോലി സബാഷ് നീ കത്തെങ്കിലൊക്കെ എടുത്തു. ശരി ഈ കത്തെടുത്തിട്ട് ഞാൻ പഠിക്കാൻ പോകണം. ലോലി ഷിൻജാനയിലൊക്കെ എല്ലാവർക്കും സൈലൻ്റായി നിൽക്കാം. ദൈവം ഈ ഉലകത്തിനുണ്ടാക്കുമ്പോൾ ലഭ്യത്താനുണ്ടായി രണ്ട് ലഭ്യത്താനും ഒന്നായിട്ട് രണ്ടാൾക്കാർ കല്യാണം കഴിച്ചാൽ പിന്നെ ഈ ഉലകം പിന്നെ കുറെ ലഭ്യത്താൻ ഉണ്ടായിക്കൊണ്ടേയിരിക്കും. ആ ലഭ്യത്താൻ ഉണ്ടാക്കിക്കൊണ്ടിരുന്നാൽ ഇങ്ങനെ ലോകം നശിക്കും. അതുകൊണ്ട് പെൺലഭ്യത്താനെ നശിപ്പിക്കും. പിന്നെ ആൺലഭ്യത്താനെ കടലിൽ അകത്തോട്ട് വേറെ ഒരു എന്താ പറയാ ഒരു കടലിനകത്തുള്ള ഒരു പ്രിസണിൽ അടിച്ചു. ഇത് എപ്പോഴാണോ ഈ പിച്ചക്കാരന്മാരും പിന്നെ പൈസയാണ് എല്ലാ ആൾക്കാരും വിചാരിക്കുന്ന ആൾക്കാരും അകത്ത് നല്ലതായിട്ടിരിക്കുന്നത് പുറത്തു പോയിട്ട് അങ്ങനെ ഇങ്ങനെ അവരിങ്ങനെയാണ് പറയുന്ന ആൾക്കാരും എപ്പോഴാണോ അധികമാവുന്നത് അപ്പോഴാണ് ഈ ലഭ്യത്താൻ പുറത്തോട്ട് ഇറക്കും. ആ ലഭ്യത്താനെ നശിപ്പിക്കണമെങ്കിൽ ആ ദൈവം ലഭ്യത്താനെ നശിപ്പിച്ച അതേ ആയുധം കൊണ്ടാണ് നശിപ്പിക്കുന്നത്. പക്ഷെ ആ ലഭ്യത്താൻ്റെ ആ കാത്തിയെടുക്കണമെങ്കിൽ അത് നല്ലവനായിരിക്കണം. ചീത്തവരെത്താൽ പിന്നെ അവൻ അപ്പം തന്നെ നശിച്ചു വിടാം. ഇതാണ് ഈ കത്തിൽ എഴുതിയിരിക്കുന്നത്. ലവ്ലി നീ എങ്ങനെയെങ്കിലും പോയിട്ട് എടുക്കണം. ആ ഐലാൻഡൊക്കെ എനിക്കറിയാം. ആ ഐലാൻഡിൽ നീ പോയിട്ട് ഇപ്പം തന്നെ. ഓക്കെ
രസമാണ്. ഞാൻ അങ്ങോട്ടേക്ക് ഇപ്പം തന്നെ പോവാം. ഷിൻചാനെ ലക്കി നിങ്ങളൊന്നും പേടിക്കണം, ഞാനിപ്പോൾ തന്നെ പോയിട്ട് വരാം. ഈ ഷിൻചാനെ ലക്കി ഞാനിപ്പോൾ പോവാണേ. ഈ നാട് രക്ഷിക്കാൻ വേണ്ടി ഞാനത് എടുക്കും. ഞാൻ നല്ലവണ്ണോട് ചീത്ത വരാനോ അറിയില്ല, പക്ഷെ നാടിനോട് ചെയ്യും. ഓക്കെ, നമ്മൾ ആ ലൈനിൻ്റെ നിർത്തി കേട്ടോ, കുറച്ച് സ്കിപ്പ് ചെയ്ത് കഴിയും. കാരണം വീഡിയോ കുറച്ച് ലോങ് ആവണ്ടാത്. അയ്യോ എന്ത് കുറേ ഊരുന്നുണ്ടല്ലോ. നമുക്കൊന്നും ആയിട്ടില്ല കേട്ടോ, ഇവിടെ ഫുൾ പണ്ടായതുകൊണ്ട് നമ്മൾ ഡ്രസ്സിലാക്കിയൊന്നും ആവില്ല. ഡ്രസ്സിലിപ്പോൾ അത്ര കറിയൊന്നും പറ്റത്തില്ല. ശരി, നമുക്കിപ്പോൾ എങ്ങനെയെങ്കിലും അത് ദൈവമായി നിർത്താൻ നമ്മളെ കറിയൊക്കെ പോയി കളിയുമെന്നാണ് തോന്നുന്നത്. ശരി, എടാ ഇതെന്താണോ ഒരു വലിയതുണ്ട്, ഇത്ര വലിയൊരു ഡ്രാഗന് കളിക്കും വലിയതാണല്ലോ ഇത് കാണുമ്പോൾ. എടാ ഇതാണ് പെണ്ണിലെ വിത്താണ് തോന്നുന്നത്, അതിൻ്റെ മേലൊക്കെ കത്തിയുണ്ട്. ഓക്കെ ഗൈസ്, അപ്പോൾ ഓക്കെ ഇതെടുക്കാം കേട്ടോ നമുക്ക്. ഓക്കെ ഇതെടുക്കുമല്ലേ. ഓ തുറക്ക് എടുക്ക് ഓക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ. ഓക്കെ നമ്മളിത് എടുത്തിട്ടുണ്ട്. ഓക്കെ ഇപ്പം തന്നെ ആ ലെവൽ തന്നെ ഇപ്പോൾ ഇൻഫോം ആയിരിക്കും നമ്മളിത് എടുത്ത കാര്യം. പക്ഷെ അത് എവിടെ പോയി, അത് എവിടെ ഉണ്ടായാലും ഇത് അതിൻ്റെ കഥ ഞാൻ തീർച്ചയായിട്ടും കാര്യമുള്ളൂ. എവിടെയാ ലെവ്യത്താൻ നീ എവിടെ പോയി? ധൈര്യമുണ്ടെങ്കിൽ മുന്നിൽ വാ. ഓക്കെ അങ്ങ് ദൂരെ വരുന്ന ലെവ്യത്താനല്ലേ? ലെവ്യത്താൻ പറഞ്ഞിട്ടില്ല. അയ്യോ എന്നെ വെച്ചല്ലോ. പക്ഷെ എനിക്കൊന്നും ആയിട്ടില്ല, കാരണം എൻ്റെ ദൈവമായതുള്ളത്. ഇതേ വെറുതെ പറ്റത്തില്ല. അയ്യോ ഇതിനെ കൊല്ലാൻ പറ്റുന്നില്ല. ഇത് തലയിൽ കയറിയിട്ട് കൊല്ലാൻ പറ്റൂ. ആ ലെവ്യത്താൻ്റെ ലെവ്യത്താൻ മേലെ കത്തി ആ കാര്യോടെ ഉണ്ടായതാ. ലവ്ലിയെ കത്തിയെടുത്ത് അതിനോടാണ് ഇങ്ങനെയൊക്കെ നടക്കുന്നത്. ലവ്ലിനെ ഇപ്പോൾ രക്ഷിക്കാൻ വേണ്ടി ആരുമില്ലേ? ലവ്ലിക്ക് മാത്രമേ തടയാൻ പറ്റൂ. ആരെങ്കിലും ഒപ്പം അങ്ങോട്ടേക്ക് പ്ലീസ്, ആരെങ്കിലും പോയിക്കോളൂ. സൂപ്പർ. അപ്പൊ എന്റെ സീക്രട്ട് ഫുൾ എടുക്കാൻ സമയത്തുണ്ട്. തുറക്കടാ. ഓക്കെ തുറന്നിട്ട് ഇതാണ് എന്റെ ആക്ഷൻ കോമന്റ് സീക്രട്ട് സാധനം. നമുക്ക് ഏതാടത്തോട്ട് പോയിട്ട് നമുക്ക് ലവ്ലിയെ രക്ഷിക്കണം. ഇത് എടുത്ത് നിൽക്ക്. ഓക്കെ നമ്മൾ ഇപ്പൊ പോയിട്ട് ഞാൻ പോയിട്ട് ലവ്ലിയെ രക്ഷിക്കണം. ഇപ്പൊ തന്നെ പോയിട്ട് ലവ്ലി ഞാൻ വരുവാണ്, ഇത് പേടിക്കണ്ട. ഓക്കെ അത് തിരിച്ചു കടയിലകത്ത് പോകുന്നത്, അത് നമ്മൾ കത്തി കടിച്ച് പേടിച്ചോളാണ്. അതിന് രക്ഷപ്പെടാൻ വിടാറ്. അയ്യോ എൻ്റെ മേലെ എങ്ങനെയെങ്കിലും കയറുക. അയ്യോ കയറാൻ പറ്റത്തില്ല. അയ്യോ പറ്റത്തില്ല. ലിസ്റ്റ് കൊണ്ട് പോകുന്നതേ ഇത് താഴെ പാമ്പ് പോലെയും മേലെ ഡ്രാഗൺ പോലെയും തന്നെയാണുള്ളത്. പക്ഷെ ഇതെങ്ങനെ അടക്കും നമ്മളിപ്പോൾ? അയ്യോ ഈ സാധനത്തിനാണ് കടക്കാൻ പറ്റുന്നില്ലാണോ? നിൽക്ക്. അയ്യോ ഇതിൻ്റെ കയ്യിൽ നിന്ന് തന്നെ ഇപ്പോൾ ആരെ രക്ഷിക്കുക? പക്ഷെ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മളിത് ഇത് തലേൻ്റെ മേലെ കയറി നമുക്ക് ഈ കത്തി ഇറക്കണം. അതാണ് ഇപ്പോൾ പറ്റിയൊരു അവസരം. പക്ഷെ അതിന് ഈ മുടിയിലാണ് നമ്മളുള്ളത്. അതിൻ്റെ തലപ്പകുതിയിലോട്ട് നമ്മൾ എങ്ങനെയാണ് പോവുക? അയ്യോ നമ്മൾ വിചാരിച്ച നടന്നില്ല. ഇതാ സിറ്റിയിലോട്ട് വന്ന് ഇനി ഈ സിറ്റി നശിക്കും. സിറ്റി നല്ല ഈ ഉലകത്തിനെ നശിക്കാൻ പോകാൻ തോന്നണത്. എനിക്ക് ഇങ്ങനെയെങ്കിലും ഇതിന് കത്തി ഇറക്കണം. എങ്ങനെ ഇറക്കും ഇപ്പോൾ? അയ്യോ ഒരു വഴിയും കാണാൻ പറ്റത്തില്ലല്ലോ. ആരെങ്കിലും എൻ്റെ ഇവന് മാറ്റി എനിക്ക് പറ്റും. പക്ഷെ അയ്യോ ഞാനിപ്പോൾ താഴോട്ട് ഈ കാലിന് പറ്റത്തില്ല. ഓക്കെ ലവ്ലി ഞാൻ രക്ഷിച്ചിട്ട് കേട്ടോ. ഓക്കെ ലവ്ലി ഞാൻ രക്ഷിച്ച്. ഓക്കെ നിന്റെ ബിൽഡിംഗ് കയറി. ഈ ലെവ്യത്താൻ ഇപ്പൊ ഞാൻ നോക്കിക്കോളാം. ഈ ലെവ്യത്താൻ നിന്റെ അടുത്ത് പോയിട്ട് നീ ആ കത്തി തലപ്പകുതിയിലോട്ട് കയറ്റി. അപ്പോൾ ഈ ഉലകത്ത് രക്ഷിക്കാൻ പറ്റും. ഞാൻ നിന്റെ ബിൽഡിങ്ങിന് മേലെ തന്നെയാണ് വരുന്നത്. ഇതാണ് കറക്റ്റ് അവസരം. ഓക്കെ എടാ ലെവ്യത്താൻ നിന്നെ വെറുതെ വിടത്തില്ല. കേറാ നിന്നെ രക്ഷിക്കാൻ ആർക്കും വരൂല. കത്തി ഇറക്കടാ. കൊത്തിറക്കടാ. ഓക്കെ കയറി ലെവ്യത്താൻ നിന്റെ കാര്യത്തിൽ തീരുമാനം. നമുക്ക് ഇപ്പൊ തന്നെ ഇതിന്റെ മേലെ താഴത്തേക്ക് ഇറക്കാം. ലെവ്യത്താൻ ഇനി മുതൽ നീന്റെ കഥ തീർന്നു. ഓക്കെ ഗൈസ്, നമ്മുടെ സിറ്റി പഴയ പോലെ ആയിട്ടുണ്ട്. എല്ലാം നല്ലപോലെ തന്നെ ആയിട്ടുണ്ട്. ഈ ആ ലെവ്യത്താൻ പോയിട്ട് ഇതൊക്കെ നശിപ്പിച്ചിട്ടുണ്ട്. നമുക്ക് തിരിച്ച് ഹൈഡൻസി കളിക്കാനേ പറ്റില്ല. ഓക്കെ ഗൈസ്, അപ്പോൾ ഇതൊക്കെ നോർമൽ ആയിട്ടുണ്ട്. ഓക്കെ ലെവ്യത്താനെ കാണിച്ചിട്ടുണ്ട്. പിന്നെ ഗൈസ്, അപ്പോൾ ഇപ്പോൾ ഞാനൊരു വീഡിയോ അപ്ലോഡ് ചെയ്തില്ല. ഈ വീഡിയോന് ശേഷം ഞാൻ ഹൈഡൻസി വീഡിയോ പിന്നെ ഇങ്ങനത്തെ വീഡിയോ. ഓക്കെ അപ്പോൾ അടുത്തൊരു പുതിയ